ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റൈബോസിനെ കുറിച്ചുള്ള റൈബോസ്. നമുക്കറിയാം റൈബോസ് എവിടെ കാണപ്പെടാം. റൈബോസ് ദ ഷുഗർ വിച്ച് ഈസ് പ്രസന്റ് ഇൻ RNA. അപ്പൊ RNAയിൽ കാണപ്പെടുന്ന ഷുഗറാണ് റൈബോസ്. ഈ റൈബോസ് നമുക്ക് പഠിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിന്റെ കെമിക്കൽ നെയിം പഠിക്കണം. റൈബോസ് എന്ന് പറഞ്ഞാൽ ആൾഡോപെൻഡോസസ്. റൈബോസ് എന്ന് പറഞ്ഞാൽ ആൾഡോപെൻഡോസസ്. എന്താണ് ഈ ആൾഡോ? അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരായിരിക്കും? ആൽഡിഹൈഡ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ആരായിരിക്കും? ആൽഡിഹൈഡ്. എങ്ങനെയാണ് നമ്മൾ ഈ ആൽഡിഹൈഡ് എഴുതുക? C≡OH. അപ്പൊ നമ്മൾ റൈബോസിന്റെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുമ്പോഴോ റൈബോസിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോഴോ ആദ്യം നമ്മൾ എന്ത് നോക്കണം? ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ് നോക്കണം. ദെൻ അടുത്തത് പെൻഡോസ്. പെൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഡോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ. അപ്പൊ 5 കാർബൺ അടങ്ങിയ ആൽഡിഹൈഡ് ഫങ്ഷൻ ഗ്രൂപ്പായ സ്ട്രക്ചറാണ് ആർക്കുള്ളത്? റൈബോസിനുള്ളത്. ഇനി നമ്മൾ ഈ സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്? മോളിക്കുലാർ ഫോർമുല ഓഫ് റൈബോസ്. മോളിക്കുലാർ ഫോർമുല ഓഫ് റൈബോസ് എന്താണ്? മോളിക്കുലാർ ഫോർമുല ഓഫ് റൈബോസ് C5H10O5. എന്താണ് മോളിക്കുലാർ ഫോർമുല? C5H10O5. നമുക്കിനി റൈബോസിന്റെ സ്ട്രക്ചറിലേക്ക് കിടക്കാം. എന്താണ് റൈബോസ്? ആൾഡോപെൻഡോസസ്. പെൻഡോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ. അപ്പൊ നമ്മൾ ആദ്യമായി 5 കാർബൺ വരയ്ക്കും. കാർബൺ 1, കാർബൺ 2, കാർബൺ 3, കാർബൺ 4, കാർബൺ 5. നമ്മൾ പറഞ്ഞു അതിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് ആരാണ്? ആൽഡിഹൈഡ്. C≡OH. അപ്പോൾ ഫസ്റ്റ് കാർബൺ നമ്മൾ എന്ത് ചെയ്യുക? ഫങ്ഷൻ ഗ്രൂപ്പ് കൊടുക്കുക. C≡OH. അപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യ 2 കണ്ടീഷൻ. ഒന്നെന്താണ്? പെൻഡോസ് 5 കാർബൺ ഫിനിഷ്. ദെൻ ഫങ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ് C≡OH. ഫങ്ഷൻ ഗ്രൂപ്പ് ഫിനിഷ് ചെയ്തു. ഇനി എന്താണ് റൈബോസിന്റെ മോളിക്കുലാർ ഫോർമുല? നമ്മൾ ആദ്യമേ പഠിച്ചു. C5H10O5. ഇത് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ കാർബണിന്റെ റൈറ്റ് സൈഡ് മുഴുവൻ OH കൊടുക്കുക. റൈറ്റ് സൈഡ് മുഴുവൻ OH, ലെഫ്റ്റ് സൈഡ് മുഴുവൻ H കൊടുക്കുക. ലെഫ്റ്റ് സൈഡ് മുഴുവൻ H. നമ്മളിത് കൗണ്ട് ചെയ്ത് നോക്കും. എത്ര ഹൈഡ്രജനായി? 1, 2, 3, 4, 5, 6, 7. നമുക്ക് വേണ്ടത് 10 ഹൈഡ്രജൻ. അപ്പൊ 3 ഹൈഡ്രജൻ കുറവുണ്ട്. നമുക്ക് എത്ര ഓക്സിജൻ ആണ് വേണ്ടത്? 5. പക്ഷെ 1, 2, 3, 4 ഓക്സിജൻ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 5ാമത്തെ കാർബണിൽ ബാക്കി മുഴുവൻ ഫില്ല് ചെയ്യുക. അപ്പൊ CH2OH. CH2OH. ഇപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ 10 ഹൈഡ്രജനും 5 ഓക്സിജനും 5 കാർബണും കിട്ടും. ഇതാണ് ഓപ്പൺ സ്ട്രക്ചർ ഓഫ് റൈബോസ്. ഓക്കെ, നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന റൈബോസിന്റെ ഒരു ഓപ്പൺ സ്ട്രക്ചർ ആണ്. നിങ്ങൾക്കറിയാം ഇതിന്റെ മോളിക്കുലാർ ഫോർമുല പ്രകാരം C5H10O5 കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുത്തൊക്കെയാണ്. നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ NCERT നമുക്ക് പഠിക്കാനുള്ളത്, NCERT ബുക്കിൽ പഠിക്കണതിന്റെ റിംഗ് ഫോമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ റൈബോസോമിനെ റിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാർബൺ 1ാമത്തെ കാർബണും 4ാമത്തെ കാർബൺ തമ്മിലാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചിടാം. ഈ 4ാമത്തെ കാർബണിലെ ഓക്സിജനെ നേരെ കൊണ്ടുപോയിട്ട് 1ാമത്തെ കാർബണിലേക്ക് കൊടുക്കുക. 4ാമത്തെ കാർബണിലെ ഹൈഡ്രജനെ നേരെ കൊണ്ടുപോയിട്ട് 1ാമത്തെ കാർബണിലെ ഓക്സിജനിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ട്രക്ചർ മാറ്റി വരയ്ക്കാം. ഈ കണക്ട് ചെയ്ത് പോകുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? 5 കാർബൺ വരയ്ക്കും. കാർബൺ 1, കാർബൺ 2, കാർബൺ 3, കാർബൺ 4, കാർബൺ 5. നോക്കാം. നമുക്ക് ഈ 1ാമത്തെ കാർബൺ ഡബിൾ ബോണ്ടോ ഫങ്ഷൻ ഗ്രൂപ്പ് അവിടേക്ക് ഹൈഡ്രജൻ ചെന്നപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത് OH ആയി മാറും. ഓക്കെ, ലെഫ്റ്റിൽ മാറ്റില്ല, H തന്നെ. 2ാമത്തേല് OH, ലെഫ്റ്റിൽ മാറ്റില്ല, H തന്നെ. 3ാമത്തേല് OH, ലെഫ്റ്റിൽ മാറ്റില്ല, H തന്നെ. 4ാമത്തെ നോക്കാം. 4ാമത്തേല ഈ ഹൈഡ്രജൻ 1ാമത്തിലെത്തി. ഇനി ലെഫ്റ്റിൽ മാറ്റില്ല, H തന്നെ. 4ാമത്തേല ഓക്സിജൻ 1ാമത്തേല കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഇതാണ് ബോണ്ട്. ദെൻ 5ാമത്തില് മാറ്റില്ല, CH2OH. അപ്പൊ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരുന്നത് എവിടെയാണ്? 4ാമത്തേൽ ഇത് സംഭവിച്ചു. 4ാമത്തേല ഹൈഡ്രജൻ ഓൾറെഡി 1ാമത്തേല ഓക്സിജനിൽ എത്തി. 4ാമത്തേല ഓക്സിജൻ 1ാമത്തെ കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ കണക്ട് ചെയ്തൊരു സ്ട്രക്ചർ കിട്ടും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? റിംഗ് ഫോമിലേക്ക് മാറ്റും. ആ റിംഗ് ഫോം സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പൈരനോ സ്ട്രക്ചർ. എന്താ വിളിക്കുന്ന പേര്? പൈരനോ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മളിത് പെൻഡോസ് ആയതുകൊണ്ട്
5 കോർണറുള്ള റിംഗ് വരയ്ക്കുക. ഓക്കെ, ഇവിടെ കാർബൺ 1, ഇവിടെ കാർബൺ 2, ഇവിടെ കാർബൺ 3, കാർബൺ 4. അപ്പൊ നമുക്ക് 5 കാർബൺ വേണം അല്ലേ? അപ്പൊ 4ാമത്തെ കാർബണിലേക്ക് ആരെ കണക്ട് ചെയ്യുക? കാർബൺ 5നെ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കിയേ 1 4, നമ്മൾ നേരത്തെ പഠിച്ച പോലെ 1 4 ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫോർത്തിന് മുകളിൽ ആരെ കൊടുക്കണം? 5th കാർബൺ. ഇനി ഈ റൈറ്റ് സൈഡിൽ മുഴുവനുള്ള കണ്ടീഷൻസ്, റൈറ്റ് സൈഡിൽ മുഴുവനുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? താഴെ എഴുതാം. അപ്പൊ 1ാമത്തിൽ റൈറ്റ് സൈഡിൽ OH ആണ്, 2ാമത്തിൽ റൈറ്റ് സൈഡിൽ OH ആണ്, 3ാമത്തിൽ റൈറ്റ് സൈഡിൽ OH ആണ്, 4ാമത്തിൽ റൈറ്റ് സൈഡിൽ ഇല്ല. ഇനി ലെഫ്റ്റ് സൈഡ് മുഴുവൻ എവിടെ എഴുതണം? മുകളിൽ എഴുതണം. അപ്പൊ 1ാമത്തേല് ഹൈഡ്രജൻ, 2ാമത്തേലും ഹൈഡ്രജൻ, 3ാമത്തേലും ഹൈഡ്രജൻ, 4ാമത്തിൽ നമുക്കൊരു ഹൈഡ്രജൻ എഴുതണം. പക്ഷെ 4ാമത്തേല് മുകളിൽ എഴുതാൻ സാധ്യമല്ല, അവിടെ 5th കാർബൺ കണക്ട് ചെയ്തിരിക്കണം. അപ്പൊ 4ാമത്തിൽ താഴെ സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ കൊടുക്കുക ഹൈഡ്രജൻ. ഇനി 5th കാർബണുള്ള CH2OH. ഈ സ്ട്രക്ചറാണ് നമ്മൾ റൈബോസിന്റെ റിംഗ് ഫോം അല്ലെങ്കിൽ പൈരനോസ്. ഇതാണ് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ടത്. ഈ സ്ട്രക്ചർ നമുക്ക് ആൽഫ റൈബോസ് എന്ന് വിളിക്കാം. കാരണം ഈ ഫസ്റ്റ് കാർബണിൽ OH താഴെ വരികയാണെങ്കിൽ അത് നമുക്ക് ആൽഫ എന്നും, ഈ OH മുകളിൽ പോയാൽ നമുക്ക് ബീറ്റ എന്നും വിളിക്കും. അപ്പൊ ഈ ഷുഗറിന്റെ പേരാണ് ആൽഫ ഡി റൈബോസ്. ആൽഫ ഡി റൈബോസ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാർബൺ OH താഴെയാണെങ്കിൽ ഇതിനെ ബീറ്റ എങ്ങനെയാക്കാം? ഈ OH മുകളിലത്തെ ബീറ്റ ആവാം. ഈ സ്ട്രക്ചർ പ്രകാരം നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കുകയാണെങ്കിൽ C5H10O5. ഓക്കെ, നമ്മൾ എണ്ണി നോക്കാം. കാർബൺ 1 2 3 4 5, ഹൈഡ്രജൻ 1 2 3 4 5 6 7 9 1 10, ഓക്സിജൻ 1 2 3 4 5. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ ചോദ്യം ചോദിക്കാൻ? പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഷുഗർ ഈസ് പ്രസന്റ് ഇൻ RNA, ദാറ്റ് മീൻസ് ഷുഗർ ഓഫ് RNA എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമുക്ക് 3 രീതിയിൽ ഉത്തരം എഴുതാൻ പറ്റും. 1ാമത്തെ ഉത്തരം എന്തായിരിക്കും? ദ ഷുഗർ ഓഫ് RNA ഈസ് റൈബോസ്. വളരെ ഈസി ആയിട്ട് നമ്മൾ എഴുതും അല്ലേ? ഇനി വേണം നമുക്ക് മോളിക്കുലർ ഫോർമുല. ഈ മോളിക്കുലർ ഫോർമുല പല തെറ്റിത്തരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് റൈബോസിന്റെ മോളിക്കുലർ ഫോർമുല ഐഡന്റിഫൈ ചെയ്യും. C5H10O5. ഇനി നമുക്ക് വരാവുന്ന അതിന്റെ സ്ട്രക്ചർ ആയിരിക്കും. ഏത് സ്ട്രക്ചറാണ്? ഈ റിംഗ് സ്ട്രക്ചർ ആയിരിക്കും വരാം. അപ്പൊ ഈ സ്ട്രക്ചർ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് മോളിക്കുലർ ഫോർമുല വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Now the topic is finished. Ribose. Ribose എന്ന് പറഞ്ഞാൽ the sugar of RNA. That's chemical name is aldopentoses. അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്. അത് C ഡബിൾ ബോണ്ടോ H എന്ന് എഴുതാം. പെൻഡോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആണ്. 5 കാർബണിൽ 1ാമത്തെ കാർബണിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് കൊടുക്കുക. അതിന്റെ മോളിക്കുലർ ഫോർമുല ഫിൽ ചെയ്യുക. C5H10O5. Thank you.